നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളോ രഹസ്യങ്ങളോ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പങ്കുവച്ചതിനുശേഷം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിരാശ തോന്നുകയോ അല്ലെങ്കിൽ ആ പറഞ്ഞത് വലിയൊരു അബദ്ധമായി പോയി എന്ന് ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? സങ്കടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് പകുതിയായി കുറയും എന്നാണല്ലോ നമ്മൾ പൊതുവെ പറയാറുള്ളത്. എന്നാൽ ചില കാര്യങ്ങൾ, ചില രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ സങ്കടങ്ങൾ കുറയുകയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ സമാധാനം എന്നേക്കുമായി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വളരെ വിചിത്രമാണ്. പുറമേ ചിരിക്കുകയും സ്നേഹം നടിക്കുകയും ചെയ്യുന്ന പലരുടെയും ഉള്ളിൽ നമ്മളോടുള്ള അസൂയയും വിദ്വേഷവുമായിരിക്കും നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളെ കേൾക്കാൻ തയ്യാറുള്ള എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളല്ല എന്ന വലിയ സത്യം നാം പലപ്പോഴും മറന്നുപോകുന്നു. മനുഷ്യന്റെ മനസ്സ് വളരെ സങ്കീർണമാണ്. ഇന്ന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്ന വ്യക്തി നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറില്ല എന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചതിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ ശത്രുക്കളാലല്ല, മറിച്ച് അവർ അന്ധമായി വിശ്വസിച്ചിരുന്ന അവരുടെ സ്വന്തം ആളുകളിലൂടെയാണ്. ഒരു മനുഷ്യൻ എവിടെയാണ് സംസാരിക്കേണ്ടത്, എവിടെയാണ് മൗനം പാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്ന സ്വഭാവം ഒരു നല്ല ഗുണമായി പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ആ തുറന്നുപറച്ചിലുകൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർക്കാൻ പോന്ന ആയുധങ്ങളായി മറ്റുള്ളവർ ഉപയോഗിക്കും എന്നതാണ് യാഥാർത്ഥ്യം. 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും മികച്ച തന്ത്രജ്ഞനും പണ്ഡിതനുമായിരുന്ന ആചാര്യ ചാണക്യൻ മനുഷ്യന്റെ ഈ പ്രകൃതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായ ചന്ദ്രഗുപ്ത മൗര്യനെ വലിയൊരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയ ചാണക്യന്റെ തന്ത്രങ്ങൾ ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. മനുഷ്യജീവിതത്തിലെ വിജയത്തിനും പരാജയത്തിനും കാരണമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം തന്റെ ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു മനുഷ്യൻ തന്റെ ജീവൻ പോയാലും മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ. ഈ ലോകത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു. നിങ്ങൾ ഒരു വ്യക്തിയെ നിങ്ങളുടെ രഹസ്യമേൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം കൂടിയാണ് അവരുടെ കൈകളിലേക്ക് വെച്ചുകൊടുക്കുന്നത്. നിങ്ങൾ ദുർബലനായിരിക്കുന്ന സമയത്ത് നിങ്ങളെ തകർക്കാൻ അവർക്ക് ഈ രഹസ്യങ്ങൾ ഒരു വജ്രായുധമായി ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തല പോയാലും ചില കാര്യങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. ഒന്നാമതായി ചാണക്യൻ പറയുന്നത് സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയൊരു സാമ്പത്തിക നഷ്ടമുണ്ടായാൽ, അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു കടക്കണിയിലകപ്പെട്ടാൽ ആ വിവരം ഒരിക്കലും മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സ്വഭാവദൂഷ്യമാണ് സമ്പത്തുള്ളവനെ മാത്രം ബഹുമാനിക്കുക എന്നത്. നിങ്ങളുടെ കയ്യിൽ പണമുള്ളപ്പോൾ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും. എന്നാൽ നിങ്ങൾക്കൊരു സാമ്പത്തിക തകർച്ചയുണ്ടായി എന്നറിയുമ്പോൾ ആ നിമിഷം മുതൽ അവർ നിങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങും. നിങ്ങൾ അവരോട് പണം കടം ചോദിക്കുമോ എന്ന ഭയമാണ് ഇതിന് പ്രധാന കാരണം. സ്വന്തം ബന്ധുക്കൾ പോലും സാമ്പത്തികമായി തകർന്ന ഒരാളെ പരിഹസിക്കാനും അവഗണിക്കാനും മാത്രമേ തയ്യാറാവുകയുള്ളൂ. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കാൻ വരുന്നവരേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഗതികേട് കണ്ട് സന്തോഷിക്കുന്നവരായിരിക്കും ഈ സമൂഹത്തിൽ കൂടുതലുള്ളത്. ദാരിദ്ര്യം എന്നത് ഒരു അപമാനമായി കാണുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലെ പണം നഷ്ടപ്പെട്ടാൽ അത് തിരികെ പിടിക്കാനുള്ള വഴികൾ സ്വന്തമായി കണ്ടെത്തുക. അല്ലാതെ അത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കരുത്. സഹതാപത്തിനു പകരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അവഗണനയും പരിഹാസവും മാത്രമായിരിക്കും. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അതിൽ പരിഹാരം കാണേണ്ടതും നിങ്ങൾ തന്നെയാണ്. രണ്ടാമതായി, ഒരിക്കലും പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യം നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. ഒരു കുടുംബവും പൂർണ്ണമല്ല. ഭാര്യയും ഭർത്താവും തമ്മിലോ അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലോ അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ വഴക്കുകളും എല്ലാ വീടുകളിലും സാധാരണമാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾ വീടിന്റെ 4 ചുവരുകൾക്ക് ഉള്ളിൽ തന്നെ തീർക്കേണ്ടതാണ്. നിങ്ങളുടെ കുടുംബത്തിലെ രഹസ്യങ്ങളും വഴക്കുകളും ഒരിക്കലും മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ അവർ നിങ്ങളുടെ മുന്നിൽ സങ്കടം നടിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ അവർ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ വീടുകളിലെ പ്രശ്നങ്ങൾ കേൾക്കാൻ മനുഷ്യർക്കെപ്പോഴും വലിയ താൽപ്പര്യമാണ്. നിങ്ങളുടെ പങ്കാളിയുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ മാത്രമല്ല നിങ്ങളെത്തന്നെയാണ് അപമാനിക്കുന്നത്. പിന്നീടൊരിക്കൽ നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്ന് നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചാലും മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ആ മോശം ചിത്രം എന്നും നിലനിൽക്കും. മാത്രമല്ല, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്ന ശത്രുക്കൾ ആ അവസരം മുതലെടുത്ത് ആ ബന്ധം പൂർണ്ണമായും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു വീടിന്റെ അടിത്തറ എന്നത് അവിടെയുള്ള അംഗങ്ങൾ തമ്മിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം തകർക്കുന്ന രീതിയിൽ വീടിനുള്ളിലെ കാര്യങ്ങൾ പുറത്തു പറയുന്നത് വലിയ വിഡ്ഢിത്തമാണ്. ഈ വീഡിയോയിലെ കൂടുതൽ രഹസ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി പറയട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.
മൂന്നാമതായി നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ട കാര്യം മറ്റുള്ളവരിൽ നിന്നും നമുക്ക് നേരിടേണ്ടി വന്ന അപമാനങ്ങളാണ്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരിൽ നിന്നും അപമാനങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ ജോലിസ്ഥലത്തു നിന്നോ ബന്ധുക്കളുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നോ നമുക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ പാടില്ല. സമൂഹത്തിൽ ഒരാളുടെ വില നിശ്ചയിക്കപ്പെടുന്നത് മറ്റുള്ളവർ അയാളെ എങ്ങനെ കാണുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾ അപമാനിക്കപ്പെട്ട ഒരു സംഭവം മറ്റൊരാളോട് പറയുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്കതുവരെ ഉണ്ടായിരുന്ന ബഹുമാനം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇയാൾ മറ്റുള്ളവരിൽ നിന്നും അപമാനം ഏറ്റുവാങ്ങാൻ മാത്രം വിലയില്ലാത്ത ആളാണെന്ന ചിന്ത അവരിലുണ്ടാകും. ഇത് പിന്നീട് നിങ്ങളെ കൂടുതൽ അപമാനിക്കാൻ അവർക്ക് ധൈര്യം നൽകും. അപമാനങ്ങൾ നമ്മൾ ഉള്ളിലൊതുക്കണം. അത് പുറത്തുപറഞ്ഞ് കരയുന്നതിനു പകരം ആ അപമാനത്തെ ഒരു വാശിയായി എടുത്ത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ വിജയമായിരിക്കണം നിങ്ങളെ അപമാനിച്ചവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. അല്ലാതെ ആ കഥകൾ പാടി നടന്ന് സ്വയം പരിഹാസ്യരാകരുത്. നാലാമതായി ചാണക്യൻ പറയുന്നത് നിങ്ങളുടെ ഭാവി പരിപാടികളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും ആരോടും പറയരുത് എന്നാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് നേടാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും പൂർണ്ണമായും രഹസ്യമാക്കി വെക്കണം. ഒരു കാര്യം ചെയ്തു തീർക്കുന്നതിനു മുൻപ് തന്നെ അതിനെക്കുറിച്ച് വലിയ വർത്തമാനം പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. നിങ്ങളൊരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളും അസൂയാലുക്കളും അത് തടസ്സപ്പെടുത്താൻ പരമാവധി ശ്രമിക്കും. നിങ്ങളുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ അത് തകർക്കാനുള്ള തന്ത്രങ്ങൾ മെനയാൻ അവർക്ക് എളുപ്പത്തിൽ സാധിക്കും. ഇതിനു പുറമെ നാം ഒരു കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ നാണക്കേടാകുമല്ലോ എന്ന ഭയം നമ്മുടെ മനസ്സിൽ രൂപപ്പെടും. ഈ സമ്മർദ്ദം പലപ്പോഴും കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാതിരിക്കാൻ കാരണമാകും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. അതിനുവേണ്ടി നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിക്കഴിയുമ്പോൾ ലോകം അത് താനേ അറിഞ്ഞുകൊള്ളും. നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ, വാക്കുകളല്ല. അഞ്ചാമതായി ഒരിക്കലും പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യം നിങ്ങളുടെ ദൗർബല്യങ്ങളും ഭയങ്ങളുമാണ്. ഓരോ മനുഷ്യനും അവന്റേതായ ചില ദൗർബല്യങ്ങളും പേടികളും ഉണ്ടാകും. അത് വൈകാരികമായോ ശാരീരികമായോ ഉള്ള കാര്യങ്ങളാകാം. ഒരു കാരണവശാലും നിങ്ങളുടെ ഈ ദൗർബല്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല. ഒരു യുദ്ധത്തിൽ ശത്രുവിന്റെ ദൗർബല്യം മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ വിജയിക്കാൻ സാധിക്കും എന്ന് ചാണക്യൻ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ജീവിതവും. നിങ്ങളുടെ ദൗർബല്യം എന്താണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അവർ നിങ്ങളെ ആക്രമിക്കാൻ അതേ ദൗർബല്യം തന്നെ ഉപയോഗിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യങ്ങൾ വെച്ച് അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. ചിലർ തങ്ങളുടെ സങ്കടങ്ങൾ തീർക്കാൻ വേണ്ടി സ്വന്തം ദൗർബല്യങ്ങൾ അടുത്ത സുഹൃത്തുക്കളോട് തുറന്നു പറയും. എന്നാൽ നാളെ ആ സുഹൃത്തുമായി ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ ഈ ദൗർബല്യം ഒരു ആയുധമായി അവർ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പോരായ്മകൾ സ്വയം തിരിച്ചറിയുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാതെ അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് സഹതാപം നേടാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ദൗർബല്യമെന്നത് നിങ്ങൾ മാത്രം അറിയേണ്ട ഒരു പരമരഹസ്യമാണ്. ആറാമതായി ഒരു മനുഷ്യൻ മറച്ചുപിടിക്കേണ്ട കാര്യം താൻ ചെയ്ത പുണ്യപ്രവൃത്തികളും ദാനധർമ്മങ്ങളുമാണ്. നിങ്ങൾ മറ്റൊരാൾക്ക് ചെയ്ത സഹായങ്ങളോ നൽകിയ ദാനങ്ങളോ മറ്റാരോടും പറഞ്ഞു നടക്കാൻ പാടില്ല. ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുത് എന്നാണ് പറയാറുള്ളത്. നിങ്ങൾ ചെയ്ത സഹായങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞാൽ ആ പ്രവൃത്തിയുടെ പുണ്യം അവിടെ വെച്ച് തന്നെ ഇല്ലാതാകും. അത് പിന്നീട് വെറുമൊരു അഹങ്കാരമായി മാത്രമേ കണക്കാക്കപ്പെടുകയുള്ളൂ. നിങ്ങളൊരാളെ സഹായിച്ചത് അയാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ്. എന്നാൽ ആ വിവരം മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ സഹായം സ്വീകരിച്ച വ്യക്തിയെ സമൂഹത്തിനു മുന്നിൽ അപമാനിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നന്മ ചെയ്യുന്നവർ ഒരിക്കലും അതിനു പകരം മറ്റുള്ളവരിൽ നിന്നും പ്രശംസയാഗ്രഹിക്കുന്നില്ല. പ്രശംസ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾ ഒരിക്കലും നന്മയുടെ ഗണത്തിൽപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തിനു വേണ്ടി മാത്രം ചെയ്യുക, അല്ലാതെ നാട്ടുകാരുടെ കയ്യടി നേടാൻ വേണ്ടിയാകരുത്. അവസാനമായി പറയാനുള്ളത് നിങ്ങളുടെ ഭൂതകാലത്തിലെ തെറ്റുകളെക്കുറിച്ചാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവർക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം. അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ ആ തെറ്റുകളിൽ നിങ്ങളിപ്പോൾ പശ്ചാത്തപിക്കുന്നുമുണ്ടാകാം. എന്നാൽ ആ പഴയകാല തെറ്റുകളെക്കുറിച്ച് പുതിയതായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നവരോടോ മറ്റുള്ളവരോടോ തുറന്നു പറയാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം മാറിയെന്നു പറഞ്ഞാലും മനുഷ്യർ എപ്പോഴും നിങ്ങളുടെ പഴയകാലത്തെ ആ തെറ്റുകളുടെ അടിസ്ഥാനത്തിലാകും നിങ്ങളെ വിലയിരുത്തുക. നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ പഴയ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കഴിഞ്ഞത് കഴിഞ്ഞു, അത് നിങ്ങളുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക. ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മനുഷ്യനായി ജീവിച്ചു കാണിക്കുക. ജീവിതത്തിൽ മൗനം പാലിക്കേണ്ട ഇടങ്ങളിൽ മൗനം പാലിക്കുന്നത് വലിയൊരു കഴിവാണ്. പറഞ്ഞ വാക്കുകളേക്കാൾ എപ്പോഴും കരുത്തുള്ളത് പറയാതെ വിഴുങ്ങിയ വാക്കുകൾക്കാണ്. ചാണക്യന്റെ ഈ ഉപദേശങ്ങൾ കേവലം ആശയങ്ങൾ മാത്രമല്ല, ഇത് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ഈ ലോകത്ത് ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്.
നിങ്ങളുടെ സന്തോഷവും സങ്കടവും രഹസ്യങ്ങളും നിങ്ങളിൽ തന്നെ ഒതുക്കി നിർത്താൻ പഠിക്കുക. ഒരു വ്യക്തി തന്റെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നത് അയാളുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് കൂടുതൽ തിളക്കം നൽകും.